ഹൈവേ ലോക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ട്രക്കിനെയും ട്രെയിലറിനെയും ഒക്കെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നല്ല അടിപൊളിയാക്കാൻ പോവാണ്. ആ ഒരു വീഡിയോ, ട്രക്ക് വാഷിന്റെ വീഡിയോകൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഒരു ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖ വനിതാ സാന്നിധ്യം റിയൽറ്റർ അശ്വതി നീലമനയാണ്. റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതിയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി കഴുകണതിന് മുമ്പ് നമ്മൾ പോയെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി സെറ്റായേ. നമ്മൾ വണ്ടി കഴുകുന്നത് ബ്ലൂ ബീക്കൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ട്രക്ക് വാഷിലാണ്. ബ്ലൂ ബീക്കൺ ഇതുപോലെ ഒത്തിരി സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ ട്രക്ക് വാഷ് ഉള്ള ഒരു ബ്രാൻഡാണ് ബ്ലൂ ബീക്കൺ. അപ്പോൾ അവിടെയാണ് നമ്മൾ സാധാരണ ഇതിൽ നമ്മുടെ ട്രക്ക് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്ലഹോമയിലുള്ള ബ്ലൂ ബീക്കണിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. അതെ, ഈ കാണുന്നതാണ് ബ്ലൂ ബീക്കൺ എന്ന ബ്രാൻഡിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം. ഓക്ലഹോമ ബ്ലൂ ബീക്കൺ. അപ്പോൾ നമുക്ക് ട്രക്കുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയുണ്ട്. അതുവഴി എൻ്റർ ചെയ്ത് വേണ്ട ഈ ട്രക്കുകൾ കിടക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ പുറകിൽ പോയി കിടക്കും. ഈ ട്രക്കിൻ്റെ ഡോറ് തുറന്നിട്ടേക്കുന്നുണ്ടോ? ചില ലോഡുകൾ എടുക്കുമ്പോഴത്തേക്കും വേണ്ട ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ലോഡുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൻ്റെ ഇൻറ്റീരിയർ നല്ല ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അവർ ലോഡ് ചെയ്യുള്ളൂ. ചില ഈ മറ്റേ സ്മെല്ലൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര സാധനങ്ങളുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിയറിൻ്റെ ഒക്കെ ക്യാൻസ് ഉണ്ടല്ലോ, കൊക്കക്കോള അങ്ങനെയുള്ള ക്യാൻസൊക്കെ എംറ്റി ക്യാൻസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഫില്ല് ചെയ്യുന്ന ബ്രൂവറിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇൻറ്റീരിയറെല്ലാം ഫുള്ള് ക്ലീൻ ആക്കി സെറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്നും വേറെ പ്രത്യേക മണങ്ങളോ പൊടിയോ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വാഷിനാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ബ്ലാക്ക് ട്രക്ക് കിടക്കുന്നത്. ബ്ലാക്ക് ട്രക്കിൻ്റെ ഫ്രണ്ടിൽ ഗൈസ് വേണ്ട വേറൊരു എക്വിപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്ന മറ്റേ ഫാമിലേക്കുള്ള നമ്മുടെ ബുൾഡോസറും JCBയും റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിങ്ങിനുള്ള ട്രാക്ടറും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു ട്രക്ക്. ഇതെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ ട്രക്കും വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോന്ന് കയറും. അങ്ങനെയാണ് കാര്യങ്ങൾ. ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ട്രക്ക് വാഷ് ചെയ്യുകയാണ് പ്രാവശ്യം. കുറേ നാളായി വാഷ് ചെയ്തിട്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ട്രക്ക് വാഷ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നതിന്. അത് നമ്മൾ അവസാനം പറയാവേ. അതിൻ്റെ 2 ഡോറുകളും തുറന്ന ഒരു വാഷിന് വേണ്ടിയിട്ടാണ്. കാരണം മറ്റേ ട്രക്ക് അങ്ങോട്ട് വലിച്ചിട്ടേ. ഗൈസ്, ട്രക്ക് വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓരോ കോമ്പണൻസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഒരു ട്രക്ക് വാഷിന് കയറുമ്പോഴത്തേക്കും ട്രക്ക് മുഴുവനായിട്ട് വാഷ് ചെയ്തെടുക്കണമെന്നില്ല. ഇപ്പം ട്രക്ക് വാഷ് പല രീതിയിലാണ് സെപ്പറേറ്റഡ്. ട്രക്ക് വാഷ് എന്ന് പറഞ്ഞാൽ ട്രാക്ടർ മാത്രം, നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രം അവർ വാഷ് ചെയ്യും. പിന്നെ അതുകൂടാതെ ട്രക്ക് വാഷ്, ട്രെയിലർ വാഷ്, എൻജിൻ വാഷ്, പിന്നെ അതുകൂടാതെ അണ്ടർ ദ ക്യാരേജ് വാഷ്, ഇങ്ങനെ ഓരോ വാഷും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം എപ്പോഴും നമ്മൾ വാഷ് ചെയ്യാൻ കയറ്റുമ്പോഴത്തേക്കും ചില എക്സോട്ടിക് വണ്ടികളുള്ളവർ അത് നമുക്ക് എല്ലാ പാർട്സും എപ്പോഴും കഴുകണമെന്നില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട് മാത്രം ക്ലീനായിട്ട് വെക്കണമെങ്കിൽ ട്രക്ക് വാഷ് മാത്രമായിട്ട് എടുത്താൽ മതി. ഇപ്രാവശ്യം നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും അതുകൂടാതെ നമ്മുടെ വണ്ടി തിരിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും തന്നെയല്ല, വിൻ്റർ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഷുകളെല്ലാം എടുക്കുന്നുണ്ട്. ട്രക്ക് വാഷ്, ട്രെയിലർ വാഷ്, എൻജിൻ വാഷ്, അതുകൂടാതെ അണ്ടർ ദ ക്യാരേജ് വാഷ്. നമ്മുടെ ഫ്രണ്ടിലുള്ള മച്ചാൻ ഓൾറെഡി കയറ്റി കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ട്രെയിലർ മാത്രം കഴുകുന്നതെന്ന് തോന്നുന്നു. അവനെന്തോ ഇമ്പോർട്ടൻറ്റ് ലോഡ് എടുക്കാൻ വേണ്ടി ഓക്ലഹോമ വന്നതാണ്. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് അവർ പോവാം. ഇപ്പോൾ തുറന്നിട്ടേക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അവൻ വാഷ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ വാഷ് ചെയ്യാൻ പോകില്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാം. ഇവരെത്ര ഇതിൻ്റെ കഴുകലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അസസ് ചെയ്യാമല്ലോ. സോ ലെറ്റ്സ് ഗോ ഔട്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മെയിൻലി എന്ന് പറഞ്ഞാൽ കണ്ടോ ഗൈസ്, നമ്മുടെ ഈ ഡോറൊക്കെ അതാ വിൻ്ററിൽ മുഴുവൻ ഐസും സ്നോയും ചെളിയും മഴയെല്ലാം അടിച്ച് നല്ല വൃത്തികേടായിട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഇതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ, മുഴുവൻ അലമ്പാണ്. ഇത് ചെറിയ ചെളി പിടിച്ച അവസ്ഥയാണ് മൊത്തത്തിൽ കേട്ടോ. ഇവർ കഴുകി കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനോടനുബന്ധിച്ച് തന്നെ വണ്ടിയുടെ അകമൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ നമുക്ക് വാക്വം ക്ലീനറും പരിപാടികളും എല്ലാം ഇവിടെ ഉണ്ടേ. കോയിൻ ഇട്ടിട്ട് നമുക്ക് ഈ വാക്വം ക്ലീനർ ഉപയോഗിക്കാം വണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഓ അർജുൻ ഇരിക്കണതിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ചെളിയാട്ടോ. ചുമ്മാ പറഞ്ഞ. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ്ട് ഈ സ്റ്റീലിൻ്റെ ഭാഗത്തൊക്കെ ഇരിക്കുന്ന ചെളിയുണ്ടോ, നല്ല വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇതൊക്കെ മറ്റേ സ്നോയുടെ സമയത്ത് സോൾട്ട് ഇട്ട റോട്ടിൽ കൂടെ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്നോയുടെ കൂടത്തി അവർ മറ്റേ മണലും കൂടെ ചേർത്തിട്ടാണ് റോഡിലിടുന്നത്. അപ്പം നല്ല ചെളി അടിച്ച് കയറിയിരിക്കുക. അപ്പം എന്തായാലും നമ്മുടെ സ്പ്രിംഗ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിതെല്ലാം ക്ലീൻ ആക്കണം. വേണ്ട ഈവൻ ട്രെയിലറിലാണേലും ഒക്കെ നിറയെ ചെളി ഇരിക്കുന്നുണ്ടോ. കഴുകി ടയറിൻ്റെ റിമ്മിൻ്റെ ഒക്കെ അവസ്ഥ ഇങ്ങനെയാണ്. വലിയ മോശമല്ല കേട്ടോ. ബാക്കിലത്തെ ട്രെയിലർ ട്രക്കാണ് നല്ല മോശം. ഇതിടയ്ക്കൊന്ന് കഴുകിയെന്നാണെന്ന് തോന്നുന്നു ട്രെയിലറെ. നമ്മൾ ഓൾറെഡി ലോഡഡ് ആണ്. അപ്പോൾ ലോഡ് ചെയ്ത് സീലൊക്കെ ഇട്ട് നമ്മൾ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അന്നേരമാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ എല്ലാം സേഫാണ്, സെക്യൂറാണ്. പുറമേ മാത്രം കഴുകുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ട്രെയിലറിൻ്റെ അകത്ത് കഴുകുന്നില്ല കേട്ടോ. ആ ഒരു വാഷ് മാത്രം നമ്മൾ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ലോഡഡ് അല്ലേ. അപ്പോൾ അത് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഓ ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ഇവിടുത്തേക്ക് അവസ്ഥ ഉണ്ടോ, ഡീസലും ചെളി എല്ലാം കൂടെ പറ്റിപ്പിടിച്ച്. കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പിന്നെ സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, നമ്മുടെ അതായത് പേപ്പർ വർക്കുകളും ഡോക്യുമെന്റ്സും ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ യു എസിലേക്ക് ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ടി ചെക്കിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം യു എസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ചിലവുകൾക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ ടി ചെക്ക് അഥവാ ട്രാവൽ ചെക്ക് എന്ന് പറയുന്ന ഒരു ചെക്കിലൂടെയാണ് പേയ്മെൻറ്റുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടുള്ള ട്രാവൽ ചെക്ക് അതിങ്ങനെ ഇരിക്കുക, ഇത് കണ്ടോ ടി ചെക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ബില്ല് തന്നു കഴിയുമ്പോൾ ആ എമൗണ്ടിനുള്ള ടി ചെക്ക് മാത്രം നമ്മൾ റേസ് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് കിട്ടി കഴിയുമ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യും. അപ്പോൾ ആ പാസ്വേഡ് ഇവർ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ എമൗണ്ടിനുള്ള എമൗണ്ട് തേർഡ് പാർട്ടി, നമ്മുടെ പേപ്പാലൊക്കെ പോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ടി ചെക്കിൽ നിന്ന് ഇവർക്ക് എടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു വഴിയായിരിക്കും നമ്മൾ ഇപ്രാവശ്യത്തെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ട്രക്ക് വാഷിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡോർ അടച്ചേ, കാരണം വെള്ളവും കാര്യങ്ങളും കെമിക്കൽസും ഒന്നും പുറത്തേക്ക് ചീറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതോ ഇനി ട്രക്കിന് നാണായാലോ എന്ന് ഓർത്താണോ അർജുൻ പോയി കുളിക്കാൻ നേരത്ത്? അയ്യോ അർജുൻ ഭായി തീരെ പ്രോത്സാഹനം ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ എങ്ങനെയാലും വീഡിയോ ഒന്ന് എന്റർടൈനിങ് ആക്കാന്ന് ഓർത്ത് കോമഡി ഒക്കെ അടിക്കുന്നു. നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് ഒരു സപ്പോർട്ടില്ലെന്ന് പറഞ്ഞ പോലെ ട്രക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ. നമ്മളപ്പോൾ പേയ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ഏതൊക്കെ ടൈപ്പ് വാഷുകൾ എടുക്കുന്നതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓഫീസിൻ്റെ അകത്ത് വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നമ്മുടെ അർജുൻ ഭായി ട്രക്കിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ട്രക്കിൻ്റെ അകത്തുനിന്ന് അവർ വാഷ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അർജുൻ ഭായി എടുക്കും. അതുകൂടാതെ ഓഫീസിൻ്റെ അകത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ആ മിററിൽ കൂടെ കാണുന്നത് ഞാൻ കാണിച്ചു തരാവേ. ടോട്ടൽ കോസ്റ്റ് നമുക്കൊന്ന് $93.20 US. അത് നമ്മൾ തന്നെ നമ്മൾ ട്രാവൽ ചെക്ക് ഫില്ല് ചെയ്ത് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ട്രക്ക് വാഷിന് നമുക്ക് ടോട്ടൽ $93.20 അയക്കുന്നത്. അപ്പം അതിന് വേണ്ട ടി ചെക്കിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ ടി ചെക്ക് സബ്മിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ട്രക്ക് വാഷ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇത് ബ്ലൂ ബീക്കറിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബേ ഉണ്ട് ട്രക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പീറ്റർബിൽറ്റും ഇതിൻ്റെ അപ്പുറത്തെ ബേയിലാണ് നമ്മുടെ ട്രക്ക് വാഷ് ചെയ്യുന്നത്. അതുകൂടാതെ വേണ്ട ജെൻസിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൂടാതെ വേണ്ട ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസിങ് മെഷീനുണ്ട്. പിന്നെ ട്രക്ക് വാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഡിസ്പ്ലേയും അവരുടെ ബ്രാൻഡും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും. ഇതാണ് ഇതിൻ്റെ ഓഫീസിൻ്റെ വിശേഷങ്ങൾ. ഇത് ഈ കാണുന്നതാണ് ബ്ലൂ ബീക്കണിൻ്റെ ലോഗോ കേട്ടോ, ബ്ലൂ ബീക്കൺ.
അത് കൂടാതെ 110 ലൊക്കേഷൻസിൽ വേണ്ട ഓൾ ഓവർ അമേരിക്ക 110 ലൊക്കേഷനിൽ 24 hours ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലൂ ബീക്കൺ സ്റ്റോറുകളാണുള്ളത്. നമ്മളിവിടുത്തെ ഓക്ലഹോമ എവിടെ? അതെ, നമ്മൾ ഓക്ലഹോമ സിറ്റിയിലെ ബ്ലൂ ബീക്കണിൽ നിന്നാണ് നമ്മളിപ്പോൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രക്ക് വാഷ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല അടിപൊളിയായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും വേണ്ട കെമിക്കൽസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല പുത്തൻ ട്രക്ക് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ട്രക്ക് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാവേ. അതിൻ്റെ ക്രോമൊക്കെ തിളങ്ങുന്നുണ്ടോ? ഗ്രില്ലാണേലും മിറേഴ്സ് ആണേലും ആ സ്റ്റീലൊക്കെ നല്ല തിളങ്ങി കാണുന്നുണ്ട് ക്രോം. ഈവൻ അത് അർജുൻ ഭായി ഡോറൊക്കെ ആണേലും നല്ല സെറ്റായേ. നല്ല അടിപൊളിയായിട്ടുണ്ട് ട്രക്ക് ആൻഡ് ട്രെയിലർ. പൊതുവെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ഇതാണ് ബ്ലൂ ബീക്കിൻ്റെ ലോഗോ കേട്ടോ. വന്നു കഴിഞ്ഞാൽ അതാണ്ട് നമ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഇത് ക്രോമൊക്കെ ചുമ്മാ തിളങ്ങുക കേട്ടോ. അല്ല ആ ചെളി ഉണ്ടായിരുന്ന എല്ലാം പോയി. നമുക്ക് ആ ഫ്യൂൽ ടാങ്കിൻ്റെ അവിടെ നോക്കാം. നമുക്ക് എന്ത് ചെളി പിടിച്ച് കിടന്ന ഫ്യൂൽ ടാങ്കിൻ്റെ പരിസരങ്ങളാണ് അത്. പിന്നെ റാമ്പ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഡോറ് സൂപ്പറായി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ട്രക്കും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് പുറത്തിറങ്ങിയ വഴിക്ക് നമ്മളൊരു കാര്യം നോട്ട് ചെയ്തു. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, പണി കിട്ടി, ചെറുതായിട്ടൊരു പണി കിട്ടി, വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ ഡ്രൈവ് ആക്സിലിൻ്റെ ഒരു ടയറിൻ്റെ റീട്രെഡ് ചെയ്തത് അത് പറഞ്ഞു പോയി. അത് ഓ മൈ ഗോഡ്, ഇതാണ് സംഭവം ഗൈസ്. അപ്പം നമ്മൾ ആ ഫ്ലാറ്റ് ടയർ ആ റീട്രെഡ് ചെയ്ത സാധനം പോയതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി വേണ്ട ബ്ലൂ ബീക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ട്രാവൽ സെൻറ്റേഴ്സ് ഓഫ് അമേരിക്ക എന്നും പറയുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് നമ്മളെ ടയർ റീപ്ലേസ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ട്രക്ക് വാഷ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടയറും കാര്യങ്ങളും എല്ലാം ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അർജുൻഭായ് നോട്ട് ഞങ്ങളുടെ ടയറെല്ലാം പുത്തൻ ടയറായിരുന്നു. അർജുൻഭായ് ചോദിച്ചു, ചേട്ടാ ഇത് തന്നെ ഫ്ലാറ്റ് ആണോ? ഞാൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ചെളി പോയതിൻ്റെ ആണോ പരന്നിരിക്കുന്നത്? അങ്ങനെ അർജുൻഭായ് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ സാധനത്തിൻ്റെ നമ്മൾ റീട്രെഡ് ചെയ്യുമല്ലോ, ആ സാധനം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം നമ്മൾ ഡെലിവറിക്ക് പോയത് നമ്മൾ എവിടെയായിരുന്നു? സാന്റിയാഗോ. അപ്പോൾ നമ്മൾ ഈ അരിസോണ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫീനിക്സ് അരിസോണ, ആ റൂട്ടിൽ കൂടെ സാന്റിയാഗോ മെക്സിക്കൻ ബോർഡറിലായിരുന്നു നമുക്ക് ഡെലിവറിയും പിക്കപ്പും ഒക്കെ. ആ ഏരിയ നല്ല ചൂടുള്ള സ്ഥലമാണ്. ഈ ഫീനിക്സിൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് പോകുന്ന സമയമാണ് സമ്മറിൽ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, ഒരു 36-38 ആയിരുന്നു ഫുള്ള്. അപ്പോൾ പ്രോബ്ലി നല്ല ചൂടും ഒക്കെ അഫക്റ്റ് ചെയ്താണ് ആ റീട്രെഡ് പൊളിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് തന്നെ കണ്ടത് നന്നായി. ആണോ? ഓക്കെ. അല്ല ഐ മീൻ ഇത് പൊളിഞ്ഞിരിക്കാനോ എല്ലാം ഫുള്ളായിട്ട് പോകാമല്ലോ. ആ സാധനം കേറിയില്ലേ, അത് കേറി കഴിഞ്ഞിട്ട് ആ കേറി കാറ്റ് കഴിഞ്ഞ് അതിൽ ഓടിയിട്ടാണ് ആ ത്രെഡ് മൊത്തം പൊളിഞ്ഞത്. ടയർ ഇങ്ങനെ സ്വാഗി ആയി കളിച്ചില്ല.
അപ്പോൾ എനിവേ അത് ഫ്ലാറ്റ് ആയിരുന്നു കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ ബ്ലൂ ബീക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ടി എ ഉണ്ടായിരുന്നുകൊണ്ട് നേരെ കയറ്റി നമ്മുടെ ട്രെയിലറിൻ്റെ അടിയിൽ എക്സ്ട്രാ ടയർ നമ്മളെപ്പോഴും ക്യാരി ചെയ്യും. കാരണം ഈ റോഡ് സൈഡ് കടകളിലെല്ലാം ടയറിനൊക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ട്രക്ക് കൂട്ടിയിട്ടുണ്ടോ മൊബൈലൊക്കെ ഇല്ലേ? ആ ഓക്കെ. അപ്പോൾ ഒന്ന് നോക്കിയേക്കാം അവിടെ. സാധാരണ അതിൽ ടിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പണിയെടുക്കാൻ ഒരു താല്പര്യമില്ല കേട്ടോ ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇവന്മാർക്ക് ശമ്പളം തന്നെ, ഇവർ പണിതാലും പണിതില്ലെങ്കിലും ഇവിടുന്ന് ശമ്പളം കിട്ടും. അപ്പോൾ ഇവർ പറയും ഓ ഇനിയിപ്പോൾ നാളെ ആവും, നാളെ കഴിഞ്ഞാവും, ഒരു കാര്യം ചെയ്യും നിങ്ങൾ അപ്പുറത്തെ അവിടെ വല്ലതും പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടാറാ ടി എ വന്നാൽ പതിവ്. പക്ഷെ ഇവിടെ എന്തായാലും നമുക്ക് ദൈവം അനുഗ്രഹിച്ച് വന്ന വഴി തന്നെ ബേ ഉണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു കയറ്റിക്കളം. അതെ അതെ 8ന്റെ പണി ഇവന്മാര്, കാരണം ഇവർക്ക് എനിക്ക് തോന്നുന്നു ശമ്പളാന്ന് തോന്നുന്നു. കാരണം ഇവർക്ക് ഒരു ഉത്സാഹവും ഇല്ല ഒന്നും ചെയ്യാൻ വേണ്ടിട്ട്, പണി അറിയത്തില്ല. അതെ, ഇന്നാളൊരിക്കലും നമ്മുടെ വണ്ടിക്ക് ഓവർ ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ടി എ കയറ്റിക്കോളാൻ പറഞ്ഞു. ടി എ കയറ്റിക്കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കാലിഫോർണിയ വെച്ചായിരുന്നേ. അവൻ പറഞ്ഞു ഇനിയിപ്പോൾ ബാറ്ററിയുടെ വല്ല വിഷയമാണോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെയാണ് സംശയം തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബാറ്ററി മുഴുവൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് പണിയെടുക്കുമ്പോൾ നമുക്ക് ട്രക്കിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ഓഫീസിൽ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് എല്ലാം സെറ്റ് ആയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു എല്ലാം സെറ്റായി, ബാറ്ററിയൊക്കെ പുത്തൻ ഇട്ടിട്ടുണ്ട്, അടിപൊളിയാണ്. ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഓവർ ഹീറ്റിങ്ങിന്റെ പരിപാടിക്കല്ല നമ്മൾ കയറ്റിയിട്ട് അതെല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ബാറ്ററി മാറ്റിയിട്ടുണ്ട്, നിങ്ങളെല്ലാം സെറ്റാന്ന് പറഞ്ഞു കിട്ടും. പറയണ്ട, അതൊക്കെയാണ് ടിയുടെ ഹിസ്റ്ററി. ബട്ട് സ്റ്റിൽ ഇവിടെ എന്തായാലും നമുക്ക് ലക്കിയായി, പെട്ടെന്ന് തന്നെ പണി കഴിഞ്ഞ് കിട്ടുമെന്ന് വേണം. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ട്, ട്രക്ക് വാഷ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഉണ്ടെന്ന്. അതിപ്പോൾ റിവീൽ ചെയ്യാനുള്ള റൈറ്റ് ടൈമായി. വേറെ ഒന്നുമല്ല, അർജുൻ ഭായ് ഇപ്പോൾ പറയുമായിരുന്നു അല്ലെ സർപ്രൈസ് ആദ്യം പറയാം. നമ്മുടെ ST61 എന്ന വെള്ള ഫ്രൈറ്റ് ലൈനർ ട്രക്കുമായിട്ടുള്ള നമ്മുടെ അവസാനത്തെ ട്രിപ്പാണ് ഈ ആഴ്ച. അടുത്ത ആഴ്ച നമ്മൾ ഈ ട്രക്ക് മാറി ഒരു ബ്രാൻഡ് ന്യൂ പീറ്റർബിൽറ്റിലേക്ക്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ പീറ്റർബിൽറ്റ്, അമേരിക്കൻ ട്രക്കിങ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്നെങ്കിൽ നല്ലൊരു കെൻവർത്ത് അല്ല പീറ്റർബിൽറ്റ് ഓടിക്കണമെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ ഈ ഫ്രൈറ്റ് ലൈനർ ട്രക്ക് മാറി ഒരു ബ്ലാക്ക് ബ്രാൻഡ് ന്യൂ പീറ്റർബിൽറ്റിലേക്ക് നമ്മൾ മാറുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി കൈമാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വാഷിങ്ങും പരിപാടികളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അർജുമായൊക്കെ പറഞ്ഞ പോലെ എന്നെ കൊടുക്കല്ലേ എന്ന് ട്രക്ക് നമ്മളോട് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ മാക്സിമം അയ്യോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രക്കുമായിട്ടൊരു ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കാരണം 4 ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഞാനും അർജുൻഭായും മാത്രം നമ്മൾ ഈ ട്രക്ക് ഓടിച്ചിട്ടുണ്ട്. 4 ലക്ഷം കിലോമീറ്റർ 4.25 ലക്ഷം മൈല് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഗൈസ് പറഞ്ഞതിലൊരു തിരുത്തുണ്ട്, നമ്മുടെ വണ്ടി US-ലല്ലേ, അപ്പം മൈൽസിലും കിലോമീറ്റേഴ്സിലല്ല കിടക്കുന്നത്, കാനഡയിലാണ് കിലോമീറ്റേഴ്സ്. നമ്മൾ റൈറ്റിങ്ങിനും കാര്യങ്ങളും എല്ലാം മൈൽസിലിടാറ്. അപ്പോൾ നമ്മൾ 4 ലക്ഷത്തിന് മുകളിൽ മൈൽസാണ് ഞാനും അർജുൻഭായും ടീമായിട്ട് ഓടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ അവസാനം ട്രക്കിൻ്റെ എൻവലപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ നേരത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കറക്റ്റ് ഫിഗർ നമുക്ക് പറയാം. അപ്പം നമുക്ക് അത്രയ്ക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള, അതും ഞാനും അർജുൻഭായും ടീമായിട്ട് ഓടുന്നത് നേരെ ഈ ട്രക്കിലാണ് അല്ലേ. ഒരു 3 തവണ നമുക്ക് ഇത് വർക്ക്ഷോപ്പിലായപ്പോൾ 3 ആഴ്ചകളിൽ മാത്രം വണ്ടി മാറി വന്നത്. പക്ഷെ ഇതാണ് ഞങ്ങൾ ടീമായിട്ട് ഓടാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കിട്ടിയ ട്രക്ക്, നമ്മൾ കൊണ്ടു നടക്കുന്ന ട്രക്കൊക്കെ. അപ്പോൾ ആ ട്രക്കിൻ്റെ അവസാന യാത്രയാണ് ഇതെല്ലാം. അപ്പം മാക്സിമം ട്രക്ക് നമ്മളോട് ഞങ്ങളെ വിട്ട് പോവല്ലേ, എന്നെ കളയല്ലേ എന്ന് പറയുന്നത് പോലെ ട്രെയിലറിൻ്റെ അടിയിലുള്ള ടയറുമായിട്ട് റീപ്ലേസ് ചെയ്യുവാണ്. നമ്മളെപ്പോഴും ട്രെയിലറിൻ്റെ അടിയിൽ ഒരു എക്സ്ട്രാ ടയർ നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ അത് നമ്മളെടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്ലാറ്റ് ടയർ നമ്മൾ നേരെ മറ്റേതുമായിട്ട് റീപ്ലേസ് ചെയ്യും. വേണ്ടേ, ഇതാണ് ടയറിൻ്റെ അവസ്ഥ കേട്ടോ. ഒന്നും പറയണ്ട, ആ സാധനം മുഴുവൻ പറഞ്ഞു പോയി. എന്തായാലും ദൈവാനുഗ്രഹിച്ച് നമ്മളിപ്പം ഒരു 40 കിലോമീറ്റർ മുമ്പ് നമ്മൾ ഈ ടയർ ചെക്ക് ചെയ്താൽ, അന്നേരം അവിടെ വെച്ച് ഞാൻ ഷവർ എടുക്കുകയും അവിടെ വെച്ചിട്ട് ഷവർ എടുത്തിട്ട് നമ്മൾ ഫ്രഷ് ആവുകയൊക്കെ ചെയ്താൽ. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ടയർ ചെക്ക് ചെയ്താണ്, ഫ്യൂൽ അടിക്കുകയും എല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെ കണ്ടാൽ നന്നായി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ യാർഡിലേക്ക്. മറ്റേ ടയർ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. ടയർ മാറ്റാൻ നമുക്ക് എന്തായാലും ഒരു അടിപൊളി മച്ചാനെ കിട്ടിയേക്കണം കേട്ടോ. സാധാരണ ഇതിൽ 3-4 മണിക്കൂർ എടുക്കുന്ന പരിപാടി
ഇപ്പം എന്താ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അതന്നെ വലിയ കാര്യം. സാധാരണ ഇവർക്ക് പണിയെടുക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ട്രക്കിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന് പകരം മറ്റേ ആലു പൊറാത്തല്ലേ, അത് 2 എടുത്തിന് സ്നാക്ക് ആയിട്ട്. അവിടുത്തെ ചായ കൊള്ളൂല എന്ന് ഒരുത്തന്നെ ഓരോ മോപ്പയ്ക്ക് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ട്രക്കിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് ട്രക്കിൻ്റെ അടുത്ത് നിന്നപ്പോൾ അർജുൻ ഭായ് പോയി നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ? തട്ടുകടയിൽ നിന്ന് അളവ് പൊറാത്ത ചായ പരിപാടികളൊക്കെ. ചായ മേടിച്ചില്ല, ചീത്ത ചായ എന്നവിടെ ആരാണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചായ ഊളച്ചായ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അർജുൻ ഭായ് ചായ മേടിച്ചില്ല, അളവ് പൊറാത്ത മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സ്നാക്ക്. അപ്പം നമ്മൾ ട്രക്ക് നന്നാക്കിക്കൊണ്ടിരിക്കണതിനിടയ്ക്ക് അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്ന മോശമാണ്. അവർ ജാക്കിയൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, നമ്മളത് ചെയ്യാറുമില്ല. അപ്പോൾ വേണ്ട നമ്മൾ പുറകെ ഇരുന്നിട്ട് കഴിക്കുവാണേ. ഒക്ലഹോമ എന്നുള്ള അളവ് പൊറാത്ത എങ്ങനെയുണ്ട് അർജുൻ ഭായ്? നോക്കി, നല്ല ചൂട് അളവ് പൊറാത്ത ബട്ടറൊക്കെ പരത്തി. നമ്മുടെ കൂട്ടത്തിലെ ഫുഡ് റിവ്യൂ പറയുന്ന അർജുൻ ഭായ് ആണ്. അത് കഴിച്ചിട്ട് അഭിപ്രായം പറ. കൊള്ളാവോ? എന്തായാലും ടയർ മാറിയിടുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ അളവുപുറാത്ത പരിപാടികളൊക്കെ കഴിച്ചിട്ട് വരാം ഗൈസ്. നിങ്ങളോട് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിച്ച് തുടങ്ങിയപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാതെ കഴിക്കുന്നത് മോശമാണെന്ന് തോന്നിയത്. നമ്മൾ പല സ്ഥലത്തുനിന്നും അളവുപുറാത്ത കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി അളവുപുറാത്ത കേട്ടോ. നമ്മുടെ മല്ലിയിലയൊക്കെ വെച്ച് നല്ല ഫില്ല് ചെയ്ത് സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം. ഒരു രക്ഷയില്ലാത്ത അളവുപുറാത്ത. നമ്മുടെ 2ാമത്തെ ടയർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റീസോൾ ചെയ്ത സാധനം പറഞ്ഞു പോയിൻ്റെ അന്ന് തോന്നുന്നു. അത് അടിച്ചടിച്ചത് വേണ്ട. നമ്മുടെ ഇവിടുത്തെ മഡ് ഫ്ലാപ്പ് ഉണ്ടല്ലോ, മഡ് ഫ്ലാപ്പ് മുഴുവൻ ലൂസായി കിടപ്പുണ്ടേ. ഇതുണ്ടോ ലൂസായി. അതുകൂടാതെ ഈ ഒരു ചെറിയ ഇതുണ്ടല്ലോ തകിട്, അതിനും കൂടെ കോട്ടം പറ്റിയിട്ടുണ്ട്. എന്നാ പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും നമ്മൾ ടീച്ചക്കിൻ്റെ പരിപാടികളിൽ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് റോഡിലേക്ക് കയറാം. ഓക്കെ, അപ്പോൾ ട്രക്ക് വാഷിൻ്റെയും പരിപാടികളുടെയൊക്കെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ നമ്മുടെ ST61 എന്ന വെള്ള ഫ്രൈറ്റ് ലൈനറുമായിട്ടുള്ള നമ്മുടെ അവസാനത്തെ ട്രിപ്പാണിത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ പുത്തൻ പീറ്റർബിൽറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പീറ്റർബിൽറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു ബ്രാൻഡ് ന്യൂ പീറ്റർബിൽറ്റും അതിൻ്റെ ഇൻറ്റീരിയറും ഫ്രൈറ്റ് ലൈനറിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആണ് പീറ്റർബിൽറ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഗ്രേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും വരെ ബൈ.